ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴും നാണ്ടേ പാവയ്ക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ കൂടെ രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. എനിക്ക് പച്ചക്കറിയുടെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പൊ അത് അതിന്റെ അകത്തെ ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ രണ്ടായിട്ട് കട്ട് ചെയ്തതിൽ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി ഇലയും ചേർക്കുന്നുണ്ട്. അപ്പൊ വറ്റൽമുളക് നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം രണ്ടും കൂടെ. അപ്പൊ ഇത് പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കാര്യം പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പൊന്നും എടുത്തറിയേയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചാൽ മതി. പാവയ്ക്ക ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കഴിക്കും കേട്ടോ. അപ്പൊ ദാണ്ടെ ഇതൊന്ന് വറുത്ത് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ പാവയ്ക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നിറമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ കളർ മാറാനുണ്ട്. ഇപ്പൊ ദാണ്ടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളറിൽ എത്തണം കേട്ടോ. അപ്പൊ ഈ ഒരു കളറിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ഞാനൊരു 3 തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ തക്കാളി നല്ല ചെറുതായത് കൊണ്ടാണ് കേട്ടോ 3 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 2 മതിയാവും. അപ്പൊ അത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം അതും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേനും തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പൊ ദാണ്ടെ ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ കണ്ടോ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതും അങ്ങ് എടുക്കാം. പാനിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ പാനിലോട്ട് തന്നെ ഞാൻ ഇനി വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല. അതിലേക്ക് തന്നെ കുറച്ച് ഒരു സവാളന്റെ പകുതി മാത്രം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് ഇങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ദാണ്ട കണ്ടോ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവം വരെ വഴറ്റിയാൽ മതി. അപ്പൊ ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം. ഈ സംഭവങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത വറ്റൽമുളകും വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാവയ്ക്ക എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇടികല്ലിൽ വേണമെങ്കിൽ ഇതൊന്ന് ചതച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇടികല്ലിൽ ചെയ്യുന്നില്ല. മിക്സിയിലാവുമ്പോൾ പെട്ടെന്ന് എല്ലാം കഴിയുമല്ലോ എന്ന് കരുതി മിക്സിയുടെ ജാറിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ചെറിയൊരു കഷ്ണം പുളി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലപോലെ നല്ല ഒന്ന് ക്രഷാക്കി അതിൽ ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സംഭവം കഴിക്കുമ്പോഴേ ഇതിൽ നമ്മൾ പാവയ്ക്ക ചേർത്തത് അങ്ങനെ അറിയ പോലും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചോറിനൂടെ ഈ ഒരു ഐറ്റം മാത്രം വെച്ച് ചോറ് കഴിക്കാം. ഈ പാവയ്ക്ക എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്. പാവയ്ക്കയുടെ വലിയ ടേസ്റ്റ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ പാവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.